നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ കൂട്ട സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധം കടുക്കുന്നു. നിരാഹാര സമരവുമായി കോൺഗ്രസും ഒരു പകൽ മുഴുവൻ നീളുന്ന ഉപവാസ സമരവുമായി UDF ഭരണസമിതിയും രംഗത്തുണ്ട്. 21 ജീവനക്കാരിൽ സെക്രട്ടറി ഉൾപ്പെടെ 17 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. ഒരു മാസം പിന്നിട്ടിട്ടും പകരം ജീവനക്കാരെ ഇതുവരെയും നിയമിച്ചിട്ടില്ല. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. ഒരു മാസം മുൻപാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയത്. ഒരു മാസം പിന്നിട്ടിട്ടും ബദൽ സംവിധാനം ഒരുക്കാനോ പകരം ജീവനക്കാരെ നിയമിക്കാനോ സർക്കാർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് നിരാഹാര സമരവുമായി കോൺഗ്രസ് നേതൃത്വവും ഒരു പകൽ മുഴുവൻ നീളുന്ന ഉപവാസ സമരവുമായി UDF ഭരണസമിതിയും പ്രതിഷേധം കടുപ്പിച്ചത്. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ 29-ാം തീയതി മുതലാണ് കോൺഗ്രസ് അങ്ങാടിപ്പുറം മണ്ഡലം കമ്മിറ്റി നിരാഹാര സമരം ആരംഭിച്ചത്. DCC ജില്ലാ നിർവഹണ സമിതി അംഗം KS അനീഷ്, മണ്ഡലം പ്രസിഡന്റ് KT ജബ്ബാർ എന്നിവരാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. പുതിയ ജീവനക്കാരെത്തുന്നതുവരെ ജീവൻ പണയം വെച്ച് നിരാഹാര സമരം തുടരുമെന്ന് KS അനീഷ്, KT ജബ്ബാർ എന്നിവർ പറഞ്ഞു. ബദൽ സംവിധാനം കാണാതെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലുള്ള സ്റ്റാഫുകളെ സെക്രട്ടറിയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഓവർസിയറും അതുപോലെ എഞ്ചിനീയറും അടക്കമുള്ള മുഴുവൻ തസ്തികയിലെയും ആളുകളെ സ്ഥലം മാറ്റിക്കൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഭരണത്തെ സ്തംഭിപ്പിക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇതിനു മുൻപ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിൽ വേലിയടക്കൽ സമരം എന്ന പേരിൽ ഒരു സമരം സംഘടിപ്പിച്ചു. അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്, അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കണം. ഈ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എങ്കിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 60,000-ഓളം വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ മുൻപിൽ അനിശ്ചിതകാലത്തേക്ക് സമരം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതാണ്. നിരാഹാര സമരം KPCC സെക്രട്ടറി KT അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. P ഷഹർബാൻ, അജിത് കൃഷ്ണകുമാർ, അബ്ദുൾ ഖാദർ, മാത്യു PT, മോഹനൻ നമ്പൂതിരി, ലിജോ, വിപിൻ പുഴയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് അങ്ങാടിപ്പുറം ടൌണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് സിബി ടീച്ചർ, പ്രകാശൻ മാസ്റ്റർ, KT സുരേഷ്, കേശവദാസ് തുടങ്ങിയവരും നേതൃത്വം നൽകി. അങ്ങാടിപ്പുറം ടൌണിൽ UDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉമ്മർ അറയ്ക്കൽ നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് സ്റ്റാഫും പഞ്ചായത്ത് ഓഫീസിലെ സ്റ്റാഫും കൂടി 21 പേരുണ്ട്. ആ 21 പേരിൽ 17 പേരെയും ഒറ്റയടിക്ക് സ്ഥലമാക്കിയിരിക്കുകയാണ്. അത് തന്നെ വളരെ അപൂർവവും അത്ഭുതകരവുമായ സംഭവമാണ്. 21 പേരിൽ 17 പേരെയും സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് മറ്റൊരു ഗ്രാമപഞ്ചായത്തിലും ഇങ്ങനെ ഒരു സ്ഥലമാറ്റം ഉണ്ടായിരിക്കാൻ ഇടയില്ല. സ്ഥലം മാറ്റിയ ജീവനക്കാർക്ക് പകരം ജീവനക്കാരെ നിയമിക്കുന്നില്ലെങ്കിൽ മെമ്പർമാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹവും ഉടൻ ആരംഭിക്കും. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ആകെ 16 സ്ഥിരം ജീവനക്കാരാണുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം 3 പേർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വേറെയുമുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം 17 ജീവനക്കാരെ കൂട്ടത്തോടെയാണ് സ്ഥലം മാറ്റിയത്. വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കുന്നതിനും പുതിയത് എടുക്കുന്നതിനുമൊക്കെ സാധിക്കാത്ത സ്ഥിതിയാണ്. സകല രജിസ്ട്രേഷൻ നടപടികളും സ്തംഭിച്ച അവസ്ഥയിലാണ്. അക്ഷരാർത്ഥത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഭരണം പ്രതിസന്ധിയിലാണ്. വിവിധ പദ്ധതിയുടെ നിർവഹണം അടക്കം ചോദ്യമാകുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ് ഭരണപക്ഷവും UDF പാർട്ടി നേതൃത്വവും. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.